ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങുമ്പോൾ കാലിന്റെ പെയിൻ കാരണം വല്ലാത്തൊരു സ്ട്രഗിൾ ആയിരുന്നു. 1 കിലോമീറ്റർ ഉണ്ട് ദൂരം നമുക്ക് ഈ കമ്പനിയും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായിട്ട്. അവിടേക്ക് എത്തിക്കഴിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ജോലി സ്ഥലത്ത് ഈ പറഞ്ഞ മാതിരി മാനേജറായാലും ഇതായാലും മയക്കി കൂടിയൊക്കെയാണ് ഒരു ഫാക്ടറിയുടെ ഉള്ളിൽ വിളിക്കുക, പേരൊക്കെ വിളിക്കുക. നമ്മൾ ആ സമയത്ത് ഓടി എത്താൻ പറ്റില്ല. എല്ലാ ആൾക്കാരും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ബാക്കിലായിരിക്കും. എൻ്റെ പേര് മുരുകൻ, വീട് ചാലക്കുടിയാണ്. വർക്ക് ചെയ്യുന്നത് ദുബായിൽ അലുമിനിയം ഫാബ്രിക്കേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കാലിന് ചെറിയൊരു ഇൻസിഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. അത് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോഴോ ക്രിക്കറ്റ് കളിക്കുമ്പോഴോ സംഭവിച്ചതായിരിക്കും. നമ്മൾ അത്രയ്ക്ക് അന്ന് കാലത്തൊന്നും അത് ശ്രദ്ധിച്ചില്ല. പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് 1.5 ഇയർ ആയിട്ട് ഭയങ്കര വേദന പയ്യെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ നമുക്ക് അവിടെ ഡോക്ടറെ കാണിക്കാനോ മറ്റു കാര്യത്തിനോ പോകാനും സാധിച്ചില്ല. അങ്ങനെ പിന്നെ പെയിൻ കില്ലർ കഴിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ജോലിക്ക് പോകാൻ തുടങ്ങി. അല്ലാത്ത ബുദ്ധിമുട്ടി കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അവിടുന്ന് കയറി പോരേണ്ട വന്നു. ചാലക്കുടിലെ പ്രമുഖമായിട്ടുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കി. ഹിപ്പ് ബോൾ പോയി. അപ്പോൾ രണ്ടാമത് നമ്മൾ അത് മാറ്റണം, റെഡിമെയ്ഡായിട്ട് അത് വെക്കേണ്ടി വരും. അപ്പോൾ അതിന് ഒരു നല്ലൊരു കോസ്റ്റ് ആവുമെന്ന് പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഒരു റിലേറ്റീവ് ഇങ്ങനെ 2 മുട്ടുകാലിൻ്റെ ശസ്ത്രക്രിയ മാറ്റിയ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവിടെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് വീണ്ടും ഈ കിൻഡർ ഹോസ്പിറ്റലിൽ വരുന്നത്. ഇവിടെ വന്നിട്ട് പ്രവീൺ സാറായിരുന്നു. അങ്ങനെ കണ്ടു. അപ്പോൾ ആളും എക്സ്റേ എടുപ്പിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു ഇന്ന മാതിരി ഹോൾ പോയിരിക്കുകയാണ്, നമുക്കത് മാറ്റണം, മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ സർജറി വന്നു. സർജറി ചെയ്ത് പിറ്റേ ദിവസം ICUയിൽ കിടന്നു. പിന്നെ ഒരു 3 ദിവസമാണ് നമ്മളിവിടെ റൂമിൽ കിടന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ആൾ വാക്കറും കാര്യങ്ങളൊക്കെ തന്നു. ഇവിടെ ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു അഡ്വൈസ് കിട്ടി. അങ്ങനെ വീട്ടിൽ എക്സസൈസൊക്കെ പറഞ്ഞു തന്നിരുന്നു. വാക്കർ വെച്ച് നടന്ന് ഇപ്പോൾ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയി. അനുപമ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്ററും കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ നഴ്സുമാരും ICUയിലാണെങ്കിൽ രേഷ്മ, ശ്രീദേവി, അങ്ങനെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. പണ്ട് കാലത്ത് വളരെ ഒടിഞ്ഞു തുണിങ്ങിയാണ് നടന്നുകൊണ്ടിരുന്നത്. വല്ലാത്തൊരു വേദനയും കാര്യങ്ങളും. പിന്നെ കമ്പനിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റൊക്കെ അത് കാണുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കുറവായിരുന്നു. ഇപ്പം ഞാൻ വീട്ടിലൊക്കെ ഇങ്ങനെ നടക്കണ കാണുമ്പോൾ എനിക്ക് മാനസികപരമായിട്ട് വളരെ സന്തോഷവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇനിയും ഒരു തവണയും കൂടിയും ദുബായിൽ പോകണമെന്നുണ്ട്. നല്ല രീതിയിൽ ജോലി എടുക്കണം. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, മൊത്തത്തിൽ ഹാപ്പിയാണ്.